നാട്ടിൽ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കർമ്മം അത് ഉദ്ഹിയ്യാണ്. ചില ആളുകളൊക്കെ മരണപ്പെട്ടുപോയ വാപ്പയുടെ പേരിൽ ഉദ്ഹിയ്യത്ത് അറവ് ചെയ്യലുണ്ട്. എൻ്റെ വാപ്പ കഴിഞ്ഞ കൊല്ലം മരണപ്പെട്ടു, ആ വാപ്പയുടെ പേരിൽ ഞാൻ ഉദ്ഹിയ്യത്ത് അറവ് ചെയ്യാം. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവിടുന്ന് പഠിപ്പിച്ചു, വഅൻ മയ്യിത്തിൻ, ഒരു മയ്യത്തിനെ തൊട്ടും ഉദ്ഹിയ്യത്ത് പറ്റൂല, ഇല്ലാ ബി ഈസാഇഹി, ആ മരണപ്പെട്ടു പോയ വാപ്പ ജീവനുള്ള സമയത്ത് വസിയത്ത് ചെയ്തിരുന്നു, മോനെ അടുത്ത കൊല്ലം അല്ലെങ്കിൽ ഞാൻ മരിച്ചാല് എനിക്ക് വേണ്ടി നീ ഉദ്ഹിയ്യത്ത് അറവ് ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറവ് ശരിയാകും, ആ ഉദ്ഹിയ്യത്തായി പരിഗണിക്കും. അല്ലാത്ത പക്ഷം ഫഇൻ ഫഅല ലം തസിഹ, അത് ഉദ്ഹിയ്യത്തായിട്ട് സ്വഹീഹാകൂല, പരിഗണിക്കൂല. വെറും അറവ് എന്നേ ഉള്ളൂ, അത് ഉദ്ഹിയ്യത്തായിട്ട് പരിഗണിക്കൂല. അപ്പൊ മരണപ്പെട്ടു പോയവരുടെ മേൽ നാം ഉദ്ഹിയ്യത്ത് അറക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വസിയത്ത് വേണം. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് നൽകിയ വസിയത്ത്, ആ വസിയത്തില്ലാതെ ഉദ്ഹിയ്യത്ത് അറവ് ചെയ്താൽ ലം തസിഹ, അതൊന്നും ഉദ്ഹിയ്യത്താവൂല, അത് വെറും അറവ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു.